പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. സംസ്ഥാന റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ പൂർത്തിയാക്കണമെന്ന് കേന്ദ്രത്തിന്റെ നിർദ്ദേശാസനം. ഇല്ലെങ്കിൽ അരി വിതരണം നിർത്തിവെക്കും എന്നാണ് മുന്നറിയിപ്പ്. 1.5 മാസത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നും കേരളത്തിന് അയച്ച കത്തിൽ പറയുന്നു. ഒക്ടോബർ 10 മുൻപ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുമെന്നും ഭക്ഷ്യമന്ത്രി GRNL 24 പറഞ്ഞു. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ കേരളത്തിന് അരി നൽകില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം. റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താൻ ഭക്ഷ്യവകുപ്പ് നേരത്തെ തീരുമാനിച്ചെങ്കിലും സർവർ തകരാർ മൂലം നിർത്തിവെക്കുകയായിരുന്നു. റേഷൻ വിതരണവും മസ്റ്ററിംഗും പോസ്റ്റ് മെഷീനിലൂടെ ഒരേ സമയം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഒക്ടോബർ 31-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കാട്ടി കേന്ദ്രം സംസ്ഥാനത്തിന് കത്ത് നൽകി. റേഷൻ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരിവിഹിതം നൽകില്ലെന്നാണ് കേന്ദ്രമയച്ച കത്തിൽ പറയുന്നത്. എന്നാൽ റേഷൻ വിതരണം മുടങ്ങില്ലെന്ന് സംസ്ഥാന ഭക്ഷ്യമന്ത്രി GRNL 24 ഒക്ടോബർ മാസത്തോടുകൂടി അത് പൂർത്തിയാക്കണമെന്ന അവസാനത്തെ അറിയിപ്പാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത്. അതിൽ ഇന്നലെ വരെ നോക്കുമ്പോൾ 45 ലക്ഷം ആളുകൾ അതിൽ മസ്റ്ററിങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/3 ആളുകൾ പങ്കെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് വലിയ പ്രയാസം നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മറ്റന്നാൾ മുതൽ മസ്റ്ററിംഗ് നടത്താനാണ് പൊതുവിതരണ വകുപ്പ് തീരുമാനം. ഓണം കഴിഞ്ഞുള്ള സമയമായതിനാൽ കൂടുതൽ ആളുകൾ റേഷൻ കടകളിലേക്ക് വരില്ലെന്ന് വകുപ്പ് കണക്ക് കൂട്ടുന്നു. ജില്ലകളെ 3ആയി തരംതിരിച്ച് പ്രത്യേക തീയതികളിലായിരിക്കും മസ്റ്ററിംഗ്. റേഷൻ കടകൾക്ക് പുറമെ അംഗനവാടികൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സൗകര്യവും ഒരുക്കും. റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടത്തിയാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് വ്യാപാരികൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 18 മുതൽ 24 വരെ തിരുവനന്തപുരം ജില്ലയിൽ മസ്റ്ററിംഗ് നടക്കും. കൊല്ലം മുതൽ തൃശൂർ വരെയുള്ള 7 ജില്ലകളിൽ 25 മുതൽ ഒക്ടോബർ 1 വരെയും ഒക്ടോബർ 3 മുതൽ 8 വരെ ബാക്കി ജില്ലകളിലും നടക്കും. 24 തിരുവനന്തപുരം.